മുജാഹിദുകളെ ചീത്ത വിളിച്ചിട്ട് പറയും, ഇവർക്ക് റസൂലുള്ളാഹിനോട് വെറുപ്പാണ്. റബീഉൽ അവ്വൽ തുടങ്ങിയാൽ ഉടനെ ഇവരെ കരയാൻ തുടങ്ങും. വഹാബികളെ നിങ്ങൾ കരഞ്ഞോളൂ, മുജാഹിദുകളെ നിങ്ങൾ കരഞ്ഞോളൂ, നിങ്ങളെ കൂടെ ഇബ്ലീസും കരയുകയാണ് കേട്ടോ. എന്നാ ഞാൻ പറയുന്നു, ഞങ്ങൾ മാത്രമല്ല, ഈ അറബിയുടെ അർത്ഥമറിയുന്ന, ഈ അറബി വാചകങ്ങളുടെ അർത്ഥമറിയുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പള്ളികളിൽ ഖതീബായിരിക്കുന്ന ഖതീബും കരയുക തന്നെ. 5 വെള്ളിയാഴ്ചയും ചിരിക്കാൻ ഖതീബിന് കഴിയുന്നില്ല. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ വെള്ളിയാഴ്ച അൽ ഖുതുബത്തുൽ ഊലാ മിൻ ശഹ്രി റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി. വെള്ളിയാഴ്ച, ഒന്നാമത്തെ വെള്ളിയാഴ്ച നടത്തുന്ന ഖുതുബയുടെ പ്രതിപാദന വിഷയം അത് റസൂലുള്ളാഹിന്റെ വഫാത്താണ്, മിലാദുൻ നബി അല്ല. അതിങ്ങനെ വായിക്കുന്നു, അൽഹംദുലില്ലാഹ് അൽ മുൻതഖിമി മിമ്മൻ ഖാലഫ അൽ മുഹ്ലികി മിമ്മൻ ലാസഫ അൽ മുതവഹിദി ഫീ ഖഹ്രി അൽ മുതഫർരിദി ബിഇസ്സി അംരി അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആ തഖ്വ കൊണ്ടുള്ള വസിയത്ത് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന വാക്കെന്തെന്നറിയുമോ? ഇന്നഹു ലൈസ അഹദുൻ അക്റമ അലല്ലാഹി മിൻ നബി വലാ അശ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജീഹി വസഫീഹി വഇന്നഹു ലം യുഅഖർ ഇൻദ انقضاء മുദ്ദതി വലം യുഅമ്മർ ഇൻദ ഹുദൂരി മനിയതിഹി ولقد أتاه في مثل شهركم هذا من رسل ربه الكرام الموكلين بقبض نفوس لنا فجدوا بروحه الزكية لينقلوها وعالجوها ليرحلوها إلى رحمة ورضوان وخيرات حسان. എന്താ പള്ളിയിൽ നിന്ന് ഉസ്താദ് പറയുന്നതെന്ന് അറിയുമോ? പക്ഷേ താഴെയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. കാരണം വായിക്കുന്ന അറബി ആയതുകൊണ്ട് അതിന്റെ അർത്ഥം അറിയാൻ സാധാരണക്കാർക്ക് കഴിയുന്നില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നീ ശരിക്കു പഠിച്ചോ. അള്ളാന്റെ പള്ളികളിൽ വെള്ളിയാഴ്ച നടത്തപ്പെടുന്ന ഖുതുബ 500-ൽ പരം ഖുതുബ റസൂലുള്ളാഹി നടത്തിയിട്ട് ഒരൊറ്റ ഖുതുബ പോലും സ്വഹാബത്തിന് മനസ്സിലാകാത്തതായി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതാ ഖതീബ് വായിക്കുകയാണ്. എന്താ പറയുന്നെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ ഉത്കൃഷ്ടനായ ഒരാളും അല്ലാഹുവിന് ഇല്ല. എന്നിട്ടും വഇന്നഹു ലം യുഅഖർ ഇൻദ انقضاء മുദ്ദതി വലം യുഅമ്മർ ഇൻദ ഹുദൂരി മനിയതിഹി. എന്നിട്ടും റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സമയമായിട്ട് അല്ലാഹു റസൂലുള്ളാഹിനെ പിന്തിച്ചില്ല, റസൂലുള്ളാഹിക്ക് ആയുസ് നീട്ടിക്കൊടുത്തിട്ടില്ല. എന്നിട്ട് ഖതീബ് പറയുകയാണ്, വലഖദ് അതാഹു ഫീ മിസ്ലി ശഹ്രികും ഹാദാ മിർ റുസുലി റബ്ബിൽ കിറാം അൽ മുവക്കലീന ബിഖബ്ദി നുഫൂസിൽ ലനാ. അല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ ഈ മാസമുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ സന്നിഹിതരായ ഈ മാസമുണ്ടല്ലോ, ഈ റബീഉൽ അവ്വൽ മാസം പോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് ആളുകളുടെ ആത്മാവ് കൊണ്ട് അള്ളാഹു തീരുമാനിച്ച ആത്മാവിനെ പിടിക്കാൻ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വരികയാണ്. ആ ഉന്നതമായ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോകാൻ അവര് പരിശ്രമിക്കുന്നു. പിന്നങ്ങോട്ട് പറയുന്നത് ഞാൻ വായിക്കുന്നില്ല. കാരണം പിന്നീട് പറയുന്നത് റസൂലുള്ളാഹിന്റെ ആ ദിവസത്തിന്റെ പ്രയാസകരമായ അവസ്ഥയാണ്. അത് വായിക്കുമ്പോൾ ഖതീബിന്റെ കണ്ടമിടറാറുണ്ട്, അത് വായിക്കുമ്പോൾ ഖതീബിന്റെ കണ്ണിൽ കണ്ണുനീര് പൊടിയാറുണ്ട്, ചില ആളുകൾ തേങ്ങിക്കരഞ്ഞു പോകാറുണ്ട്.
അതുകൊണ്ടാണ് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാര് പറയും, ഇന്ന് ഉസ്താദ് ഖുതുബ പറയുമ്പോൾ കരഞ്ഞു പോയല്ലോ, നീ കണ്ടില്ലേ, കണ്ണെന്ന് കണ്ണുനീര് വന്നത് നീ കണ്ടില്ലേ? അത് വരാനുള്ള കാരണം എന്താണെന്നറിയുമോ? അറിയുന്ന ഉസ്താദാണെങ്കിൽ വായിച്ചത് റസൂലുള്ളാന്റെ വഫാത്താണ്, നബിദിനാഘോഷമല്ല. നബിദിനാഘോഷത്തെ കുറിച്ചൊരു വർത്താനമില്ല. ഒന്നാമത്തെ ഖുതുബ കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ വെള്ളിയാഴ്ച പള്ളിയിലെത്തിയാൽ അതൊരു പക്ഷേ റബീഉൽ അവ്വലിലെ ആഘോഷത്തിന്റെ മൂർധന്യ ദിശയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നീ വെള്ളിയാഴ്ച പള്ളിയിലെത്തുക. ആ സമയത്ത് ഖതീബ് പറയുന്ന വർത്തമാനം എന്താണെന്നറിയോ? റസൂലുള്ളാന്റെ വഫാത്തിന്റെ അവസാന സമയങ്ങളാണ്. ഫാത്തിമ ബീവിയുടെ മുന്നിൽ വെച്ച് റസൂലുള്ളാന്റെ ആത്മാവ് പിടിക്കപ്പെടുന്ന സമയത്തുള്ള പുന്നാര മോളുടെ പൊട്ടിക്കരച്ചിലാണ്. ഞാനതിന്റെ ഒറ്റ ഭാഗം മാത്രം വായിക്കുകയാണ്, കാരണം ഇത് പൂർണ്ണമായി വായിക്കാൻ എനിക്ക് കഴിയില്ല. അത് വായിച്ചാൽ എനിക്ക് ബാക്കി പറയാനുള്ളത് പറയാൻ പറ്റാതെ വന്നു പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അതാ പറയുന്നു, വആദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഫിറാഖ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയാനുള്ള അനുവാദം അതിന്റെ സമയമെടുക്കുകയാണ്. ഫനാദത്തുഹു ത്വാഹിറത്തുൽ ബതൂൽ. ഫാത്തിമ ബീവി അതാ വിളിക്കുകയാണ്. ഫാത്തിമ ബീവി റസൂലുള്ളാന്റെ പ്രയാസം കാണുകയാണ്. എടാ മുഅ്മിനേ, നിനക്കിത് സഹിക്കാൻ കഴിയുമോ? അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ അതാ പള്ളിയിൽ നിന്ന് ഖതീബ് വിളിച്ചു പറയുമ്പോ അത് റബീഉൽ അവ്വലിലെ ആഘോഷത്തിന്റെ മൂർത്തിമദ്ഭാവത്തിൽ വെച്ചാണ്. നിങ്ങൾ പാടിപ്പ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോ, കൊടിതോരണങ്ങൾ നിങ്ങൾ തൂക്കുമ്പോ, തപ്പുമുട്ട് നിങ്ങൾ സന്തോഷത്തോടെ പാടുമ്പോ ഖതീബ് ഖുതുബയിൽ പറയുന്നത് എന്താണെന്നറിയോ? വാകർബാ കർബിക്കയാ അബാ, എന്റെ ഉപ്പാന്റെ വേദനയെ, എന്റെ ഉപ്പാക്കെന്തൊരു വേദനയാണ്. ഫാത്തിമ ബീവിയുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചടുത്തേക്ക് ഇരുത്തിയിട്ട് പറഞ്ഞു, പൊന്നുമോളെ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഉപ്പക്ക് വേദനയില്ല പൊന്നുമോളെ, ഉപ്പക്കൊരു വേദനയുമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പുന്നാരമോളെ ആശ്വസിപ്പിക്കുന്ന ആ വാചകങ്ങളൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഖതീബ് പറയുമ്പോ, എടാ ചെറുപ്പക്കാരാ, നീ പുറത്തിറങ്ങിയിട്ട് മുജാഹിദുകളായ ഞങ്ങളെ ചീത്ത വിളിച്ചില്ലേ? ഇവർ കരയുന്നവരാണ്, റസൂലുള്ളാഹിന്റെ വഫാത്തുമായി നടക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കുമ്പോ, മറിച്ച് നോക്കടാ പൊന്നുമോനെ, പള്ളിയിലെ ഖുതുബ കിതാബിൽ ഇതാ പൊട്ടിക്കരയുന്ന വാചകങ്ങളാണ്. ഹബീബിന്റെ വഫാത്ത് പറയുമ്പോ ചിരിക്കാൻ കഴിയുമോ എന്റെ പൊന്നുമോനെ? നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഫാത്തായി റസൂലുള്ളാഹിനെ മറമാടിയിട്ട് പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായി 10 വർഷം റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുത്ത മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ആ ശറഫാക്കപ്പെട്ട ശരീരം ഖബറിലേക്ക് മറമാടിയിട്ട് തിരിച്ചു വരുമ്പോ ഫാത്തിമ ബീബി അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അനസേ, എങ്ങനെ കഴിഞ്ഞു അനസേ നിങ്ങൾക്ക് ഹബീബിന്റെ ശരീരത്തിലേക്ക് മണ്ണിടാൻ, അവിടുത്തെ ഖബറിലേക്ക് മണ്ണിടാൻ എങ്ങനെ കഴിഞ്ഞു അനസേ? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് മണ്ണിടുമ്പോൾ ഫഖദ് അക്റനാ ഖുലൂബുനാ, ഞങ്ങളെ ഹൃദയങ്ങളൊക്കെ വെറുക്കുകയായിരുന്നു. ഇല്ല, ഞങ്ങളെ ഹബീബിന്റെ ദേഹത്ത് മണ്ണിടാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ കൽപ്പനയാണല്ലോ, അവിടുത്തെ സുന്നത്താണല്ലോ. ഹൃദയം വല്ലാതെ വേദനിക്കുമ്പോഴും ഞങ്ങൾ മണ്ണിട്ട് പോയതാണെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് റബീഉൽ അവ്വൽ 2ാമത്തെ വെള്ളിയാഴ്ചയല്ലേ?